ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഡെയിലി വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോയിൽ ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അച്ചാർ വളരെ ടേസ്റ്റിയുമാണ്. എന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. ഇത് കുറച്ചധികം നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റുമേ. ഇപ്പോൾ സമയം കളയാതെ നമ്മുടെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ ക്യാരറ്റും 2 ചെറിയ ബീട്രൂട്ടും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലത്തെ ചെറിയ പീസായിട്ടാണ് ബീട്രൂട്ട് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ പീസായിട്ടാണ് നമ്മൾ ക്യാരറ്റും അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ വയ്ക്കാനുള്ള പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അത് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കും ഇനി നമുക്ക് അതിനകത്തേക്ക് കൈ നിറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ആ കറിവേപ്പിലയും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിനകത്തേക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് ഒരു 5 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി, ഞാനൊരു 6 എതള് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഈ സമയത്ത് നമ്മുടെ അടുപ്പിലെ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വയ്ക്കണവേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പച്ചമുളകും ആ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബീട്രൂട്ടിനകത്തെ വാട്ടർ കണ്ടന്റ് ക്യാരറ്റിനെ അപേക്ഷിച്ച് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ബീട്രൂട്ട് ആദ്യം ഇട്ട് കൊടുത്തത്. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വറ്റി ഏകദേശം വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ ബീട്രൂട്ടിനകത്ത് വെള്ളമെല്ലാം ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് നമ്മൾ ഇതേവരെയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ആ ഒരു ചെറു തീയിൽ വെച്ച് തന്നെ നമുക്ക് ഈ ക്യാരറ്റിനെയും ബീട്രൂട്ടിനെയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം ഒരുവിധം ഒന്ന് വെന്ത് വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ. ആ കായപ്പൊടിയും കൂടെ ഞാനൊരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കുള്ള ഇതിനകത്തേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളിവിടെ നേരത്തെ തന്നെ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഉലുവയും കടുകും പിന്നെ ജീരകവും കൂടെ ഓരോ ടീസ്പൂൺ എടുത്ത് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് 1 ടീസ്പൂൺ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ ഇതിനകത്തേക്ക് ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ പൊടി ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം കടുക് വറുത്തപ്പോൾ ഉലുവ ചേർക്കാതിരുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ട് നമുക്കിതിനെ നന്നായിട്ട് ആ ചെറിയ തീയിൽ വെച്ച് ആ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറണ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നന്നായിട്ട് ഇവിടെ വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ നമ്മുടെ ചെറിയ തീയിലിരുന്ന് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വിനെഗരി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനെഗരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. ആ വിനെഗരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ആ വിനെഗരി എല്ലാം ആ നമ്മുടെ ക്യാരറ്റിലും ബീട്രൂട്ടിലൊക്കെ പിടിച്ച് നല്ല റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ ശർക്കരയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആ ഈ ക്യാരറ്റും ബീട്രൂട്ടും അച്ചാർ വയ്ക്കുമ്പോൾ ഇതിന് ആ ഒരു മധുരം വരുന്ന എല്ലാവർക്കും കൂടി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കരയും ആ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടെ കിടന്ന ഉരുളിയിൽ കിടന്ന് നല്ല സെറ്റായി നല്ല പാകത്തിനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടെ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് ആ ഉരുളിയിൽ വെച്ച് ഒന്നിങ്ങനെ നല്ലതായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ആ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്ന് നമ്മുടെ അച്ചാർ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ അച്ചാറിനെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അടിപൊളി വെറൈറ്റി അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഓണത്തിന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാർ തന്നെ അങ്ങോട്ട് റെഡിയാക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.